ഹലോ ബച്ചു, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഹിന്ദി കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠമാണ്. ഈ ആദ്യത്തെ പാഠം മുഴുവനായിട്ട് എടുക്കുന്നില്ല, അതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഈ ഒരു പാഠത്തിൻ്റെ എല്ലാ ഉള്ളടക്കങ്ങളും കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. ഇതിൽ ഈ ഒരു പാഠത്തിന്റെ പേര് എന്ന് പറയുന്നത് ചട്ട്പട്ട് ഓർ നട്ട്കട്ട്. പാഠം ചട്ട്പട്ട് ഓർ നട്ട്കട്ട്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ, മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് വെച്ചാൽ ചട്ട്പട്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയും നട്ട്കട്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയുമാണ്. ഇതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ, നമുക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഥ ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഇത് വളരെ ചെറിയ, ഞാൻ വീണ്ടും പറയാം, വളരെ ചെറിയൊരു വീഡിയോ ആണ്. 5-6 മിനിറ്റ് മാത്രം നീളുന്ന ഈ ഒരു വീഡിയോ. ഇതിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു പാരഗ്രാഫ് നമുക്ക് പല കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഈ സമ്മറി പല പരീക്ഷകളിലും, അതുമാത്രമല്ല നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതണമെങ്കിൽ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു സമ്മറി ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ സമ്മറി തുടങ്ങുന്നത് ആദ്യം തന്നെ പറയാണ്, ഈ ഒരു പാഠത്തിന്റെ പേരെന്താണ്, ചട്ട്പട്ട് ഓർ നട്ട്കട്ട്. ഇത് എഴുതിയിട്ടുള്ളത് രമേശ് ഉപാധ്യായ്. എഴുതിയത് ആരാണ്, രമേശ് ഉപാധ്യായ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പേജുകളുള്ള ഈ ഒരു പാഠം നിങ്ങൾക്ക് വേണ്ടി വെറും 4 പാരഗ്രാഫിൽ ഞാൻ ചുരുക്കി എഴുതി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ये कहानी 2 भाइयों चटपट और नटखट की है. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, 2 സഹോദരന്മാരാണ്. അതിലൊരാളുടെ പേരാണെന്ത്, ചട്ട്പട്ട്, മറ്റാളുടെ പേരാണെന്ത്, നട്ട്കട്ട്. ചട്ട്പട്ട് അതിൽ പറയാണ് ചട്ട്പട്ട് ബഡാദ. ചട്ട്പട്ട് എന്ന് പറയുന്ന കുട്ടി എന്താണ്, ബഡാദ വലുതായിരുന്നു. ഓർ നട്ട്കട്ട് ചോട്ട, ഇളയവൻ ആരായിരുന്നു, നട്ട്കട്ട് ആയിരുന്നു. ദോനോ ഏക് ഗാവ് മേ രഹ്തേ ഥേ. രണ്ടുപേരും സഹോദരന്മാരായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും എന്താണ്, ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഓർ സ്കൂൾ ഉൻകെ ഗാവ് സെ ദൂർ ദൂസരെ ഗാവ് മേ ഥാ. അവരുടെ സ്കൂൾ എവിടെയാണ്, അടുത്ത ഗ്രാമത്തിൽ, വളരെ ദൂരത്ത് അടുത്തൊരു ഗ്രാമത്തിലാണ് അവരുടെ സ്കൂള് ഉള്ളത്. അപ്പോ ജഹാം തക് ഉനെ പൈദൽ ജാന പടുത്താത. അതുവരെ എന്ന് വെച്ചാൽ അവർക്ക് ആ സ്കൂള് വരെ അവർക്ക് എന്ത് വേണ്ടിയായിരുന്നു, നടന്നിട്ട് വേണമായിരുന്നു പോവാന്. അന്നത്തെ കാലഘട്ടത്തിൽ വണ്ടി ഒക്കെ കുറവാണ്, വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് നടന്നിട്ട് വേണമായിരുന്നു പോകാനുണ്ടായിരുന്നത്. പൈദൽ ജാന എന്ന് പറഞ്ഞാൽ നടന്നു പോകുക എന്നാണ്. പിന്നെ ചട്ട്പട്ട് തേസ് ചൽത്താത. ചട്ട്പട്ട് എന്ന് പറയുന്ന ആ സഹോദരൻ തേസ് വളരെ വേഗത്തിലാണ് നടന്നിരുന്നത്. ജബ്കി നട്ട്കട്ട് ധീരെ ധീരെ. എന്ന നട്ട്കട്ടാണെങ്കിലോ വളരെ മെല്ലെയാണ് നടക്കുക. ചട്ട്പട്ട് കോ ചോട്ടെ ഭായ് കാ ധ്യാൻ രഖ്ന പടുത്താത. ഈ ചട്ട്പട്ട് എന്ന് പറയുന്ന കുട്ടി വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ, മാത്രമല്ല നട്ട്കട്ട് എന്ന് പറയുന്ന കുട്ടി വളരെ മെല്ലെ പോകുന്നത് കൊണ്ട് തന്നെ ചട്ട്പട്ടിന് എന്ത് നോക്കണമായിരുന്നു, ഈ കുട്ടി ബാക്കിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇടക്കിടക്ക് എന്തായിരുന്നു, ശ്രദ്ധിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. ജിസ്സേ വോ അക്സർ പരേശാൻ ഹോ ജാതാ ഹൈ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ എന്താണ്, വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. മാം കി ഹിദായത് കി ചട്ട്പട്ട് കോ നട്ട്കട്ട് കാ ധ്യാൻ രഖ്നാ ഹൈ. അമ്മ നിർദ്ദേശം നൽകിയിട്ടുള്ള എന്താണ്, ചട്ട്പട്ടിനോട് നട്ട്കട്ടിനെ എന്ത് ചെയ്യണം, നോക്കണം, നന്നായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. അങ്ങനെ രാസ്തേ മേ നട്ട്കട്ട് പോക്കർ ബർഗത് खेत बाग नाला और നദി ജൈസി ചീസോ മേ ഉലജ് ജാതാ ഹൈ. അങ്ങനെ ഇവർ പോകുന്ന വഴിയിൽ എന്തൊക്കെ കാണാറുണ്ടായിരുന്നു, നട്ട്കട്ടും ചട്ട്കട്ടും എന്തൊക്കെ കാണാറുണ്ടായിരുന്നു, പോക്കർ
ഒരു കുളം കാണാറുണ്ടായിരുന്നു. ബർഗദ് ഒരു വലിയ വൃക്ഷം കാണാറുണ്ടായിരുന്നു. കേത് വയലുകൾ കാണാറുണ്ടായിരുന്നു. ബാഗ് തോട്ടങ്ങൾ കാണാറുണ്ടായിരുന്നു. നാല ചെറിയ ചാലുകൾ കാണാറുണ്ടായിരുന്നു. ഓർ നദി എന്ത് നദിയും കാണാറുണ്ടായിരുന്നു. ഇപ്പോ ഇവര് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ചട്ട്കട്ട് എന്ന് പറയുന്ന കുട്ടി വളരെ വേഗത്തിലാണ് പോവുക. ഈ കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. എന്നാൽ നട്ട്കട്ടാവട്ടെ ഈ പോകുന്ന വഴിക്കുള്ള ഈ കുളവും അതേപോലെ വൃക്ഷങ്ങളും അതേപോലെ വയലും എല്ലാം നോക്കി, അതിലെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഈ കുട്ടി എന്ത് ചെയ്യുള്ളൂ, ആ വഴി കടന്ന് പോവുകയുള്ളൂ. അങ്ങനെ ഏക് ദിൻ സ്കൂൾ സെ ലൗട്ടെ സമയം, ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നട്ട്കട്ട് പുൽ പർ ചढ़ने के बजाय നദി കിനാരെ ചലാ ഗയ. അങ്ങനെ പുൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം. അപ്പോൾ ഒരു ദിവസം സ്കൂൾ വിട്ട ശേഷം സാധാരണ ഇവർ ഏതിലൂടെ പോകണ്ടേ, പാലത്തിലൂടെ പോകുന്നതിന് പകരം ഈ നട്ട്കട്ട് എന്ത് ചെയ്തു, പാലം കടന്ന് എവിടേക്ക് എത്തി, നദീക കിനാര, നദിയുടെ കരയിലേക്ക് എത്തി. ഓർ കാഗസ് കി നാവ് പാനിമേ ജോഡ്നെ ലഗ. എന്നിട്ട് എന്ത് ചെയ്തു, കടലാസ് തോണി എന്തില് ഒഴുക്കി കളഞ്ഞു, നമ്മളെ നദിയിൽ ഒഴുക്കി. ചട്ട്പട്ടിനെ ഉസെ ദേക്കാത്തോ നട്ട്കട്ട് കാ പാവ് ഫിസൽ ഗയ. ഈ സമയത്താണ് നമ്മളെ ചട്ട്പട്ട് എന്ത് ചെയ്യണത്, നമ്മളെ പുൽ അഥവാ എന്ത് പാലത്തിന്റെ മുകളിൽ നിന്നും ആരെ നോക്കുന്നത്, നമ്മളെ നട്ട്കട്ടിനെ നോക്കുന്നത്. അപ്പോ സ്വാഭാവികമായി നട്ട്കട്ടിനെ കാണാത്തത് കൊണ്ട് തന്നെ ചട്ട്പട്ട് എന്ത് ചെയ്യും, നട്ട്കട്ടിനെ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന സമയത്ത് നട്ട്കട്ടിന്റെ പാ ഫിസൽ ഗയ, എന്താണ്, കാല് വഴുതി വീണു. ഇതിലേക്ക് ഓർ വോ നദിമേ ഗിർപട, കാല് വഴുതി അവൻ എന്ത് ചെയ്തു, നദിയിലേക്ക് വീണു. ചട്ട്പട്ട് തുരൻ നദിമേ കുദ് ഗയ, സ്വന്തം സഹോദരനല്ലേ. അപ്പോൾ ചട്ട്പട്ട് ഒന്നും ആലോചിച്ചില്ല. ചട്ട്പട്ട് എന്ത് ചെയ്തു, നേരെ എന്തില് നദിയിലേക്ക് വീണു. കാരണം നമ്മളെ നട്ട്കട്ടിന് എന്തറിയില്ല, നീന്താന് അറിയില്ല. എന്നിട്ട് എന്ത് ചെയ്തു, നട്ട്കട്ട് കോ ബച്ചായ. അപ്പൊ ഇത്രയും കാര്യം, എന്നിട്ട് എന്ത് ചെയ്തു, നട്ട്കട്ടിനെ എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. അപ്പൊ ഇത്രയും കാര്യം ഇപ്പൊ ഇതുവരെ നടന്ന എന്താണ്, പാലത്തിൽ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് എന്തായിരുന്നു, പാലത്തിലൂടെ പോകുന്നതിന് പകരം ഈ നട്ട്കട്ട് എന്താ ചെയ്ത്, നമ്മളെ തോണി വിടാൻ, കടലാസ് തോണി വിടാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോയി, നമ്മളെ നദിയിലേക്ക് പോയി. പക്ഷേ ഏട്ടനായ ചട്ട്പട്ട് വിളിച്ചപ്പോൾ പേടിച്ചിട്ട് ആ കുട്ടിയുടെ കാല് വഴുതി ആ കുട്ടി എന്ത് ചെയ്തു, നദിയിലേക്ക് വീണു. പക്ഷേ നട്ട്കട്ടിന് നീന്തൽ അറിയില്ലെങ്കിലും ചട്ട്പട്ടിന് എന്താ അറിയായിരുന്നു, നീന്തൽ അറിയായിരുന്നു. അങ്ങനെ ചട്ട്പട്ട് എന്ത് ചെയ്തു, നട്ട്കട്ടിനെ രക്ഷപ്പെടുത്തി. നട്ട്കട്ട് ഡർ ഗയ. ഈ നീന്താൻ അറിയാത്ത ഈ കുട്ടി നദിയിൽ വീണപ്പോ അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോ ഈ കുട്ടി എന്തായി, പേടിച്ചു. എന്തിനാണ് പേടിച്ചത്, മാം സെ ഉസ്കി ശിക്കായത് കരേഗ. എന്തിനാ പേടിച്ച, അമ്മയോട് പരാതി പറഞ്ഞാലോ, അമ്മയോട് അവനെ കുറിച്ച് പറഞ്ഞാലോ, അവൻ ഇങ്ങനെ നദിയിൽ വീണു എന്നത് പറഞ്ഞാലോ പേടിച്ചിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, നട്ട്കട്ട് എന്ന് പറയുന്ന ആ കുട്ടി എന്ത് ചെയ്തു, പേടിച്ചു. ലേക്കിൻ ചട്ട്പട്ടിനെ വാദ കിയാ കി വോ ഏസാ നീ കരേഗ. പക്ഷേ ചട്ട്പട്ട് എന്ത് ചെയ്തു, അവനൊരു പ്രോമിസ് കൊടുത്തു, അവനൊരു വാക്ക് നൽകി. എന്ത്, വാദ എന്ന് പറഞ്ഞ പ്രോമിസ് അഥവാ വാക്ക് നൽകി. എന്ത്, അമ്മനോട് അവൻ പറയില്ല എന്നുള്ള വാക്ക് നൽകി. इसके बदले में नटखट ने चटपट से कागज की नाव बनाना और तैरना सिखाने कहा. അപ്പോ അതിന് പകരമായിട്ട് നട്ട്കട്ടിനോട് ചട്ട്പട്ട് ചോദിച്ചു, എനിക്ക് നീ കടലാസ് തോണി ഉണ്ടാക്കി തരണം. ഇത് കേട്ട നട്ട്കട്ട് എന്ത് ചെയ്തു, എനിക്ക് നീന്താൻ പഠിപ്പിച്ചു തരണമെന്ന് ആരോടും പറഞ്ഞു, സ്വന്തം ഏട്ടനായ ചട്ട്പട്ടിനോടും പറഞ്ഞു. അങ്ങനെ ദോനോ ഭായിയോ കോ കപ്പടെ ഭീഗയത്. അവര് നദിയിൽ വീണില്ലേ, അതിനാൽ അവർക്ക് എന്തായി, അവരുടെ കുപ്പായം, അവരുടെ ഡ്രസ്സ്, അവരുടെ വസ്ത്രം എന്തായി, നനഞ്ഞു പോയിരുന്നു. ബി ഗയേ ഹെ തോ വേ ദൗഡ്കർ കപ്പടെ സുഖാനെ ലഗേ. എന്നിട്ട് അവരൊരു ഓട്ട മത്സരം, ഒന്ന് ഓടിക്കഴിഞ്ഞാൽ എന്ത് നടക്കും, നമ്മളെ ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രം എന്താവും, ഉണങ്ങും എന്ന് അവർക്ക് അറിയായിരുന്നു. അവരെന്ത് ചെയ്തു, ഉണങ്ങാൻ വേണ്ടി അവര് ഓടി. സർദിയോ അബീഷ് ശുരു നഹി ഹുയി ദി ഓർ ചട്കീലി ധൂപ് നിക്കലി ഹുയി ദി. ഈ സമയത്ത് എന്തല്ല, നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു. മാത്രമല്ല എന്താ, സർദി, മഴക്കാലോ തണുപ്പ് കാലമൊന്നും വേറെ കാലങ്ങളൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ
ഇത് പെട്ടെന്ന് തന്നെ ദൗड़ते हुए दोनों नाला बाग खेत बरगद पार कर दिया. ഇവർ രണ്ടുപേരും ഓടി ആദ്യം പാലത്തിൽ നിന്ന് തുടങ്ങി എവിടുന്ന് എത്തി? നാല, ആ ജലപ്രവാഹം ആ ചെറിയൊരു ചാലിലേക്ക് എത്തി. അതും കഴിഞ്ഞ് ബാഗ് തോട്ടം കഴിഞ്ഞു, അത് കഴിഞ്ഞ് കേത്ത് അത് കഴിഞ്ഞ് വയല്, അത് കഴിഞ്ഞ വലിയ വൃക്ഷവും കഴിഞ്ഞപ്പോൾ അവരെവിടെ എത്തി? കർലിയ ഓർ പോക്കർ തക് പഹുഞ്ചത്തെ. അവരെവിടെ എത്തിപ്പോ? പോക്കർ തക്. അവരെവിടെ എത്തി? കുളം വരെ എത്തി. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം പൗഞ്ചത്തെ ഉൻകെ കപ്പടെ സൂക്കെ, അവിടേക്ക് എത്തിയപ്പോഴേക്ക്, കുളം വരെ എത്തിയപ്പോഴേക്ക് അവരുടെ ഡ്രസ്സ് എന്തായി? ഉണങ്ങിയിരുന്നു. ഇസ് തരഹ് ദോനോ ഭായ് ഖുശ് ഹോക്കർ ഗൗർ ലൗട്ടായി. അങ്ങനെ അവർ രണ്ടുപേരും ഡ്രസ്സ് ഉണങ്ങി. ഇനി അമ്മ എന്ത് ചെയ്യില്ല, ഡ്രസ്സ് എന്താണ് നനഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കില്ല. അവരെന്ത് ചെയ്തു? സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ये घटना उनके बीच के संबंध की और भी मजबूत बन गई. ഈ ഒരു നദിയിൽ വീണത് കാരണം ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം ഒന്നും കൂടെ എന്തായി? ശക്തിപ്പെട്ടു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. അപ്പോ ഇതാണ് ചട്പട്ട് ഓർ നട്കട്ട് എന്ന് പറയുന്ന കഥയുടെ സാരാംശം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പാഠങ്ങളും എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത സാരാംശങ്ങൾ പഠിക്കാം. ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായും എന്ത് ചെയ്യണം? ഈ ഒരു സാരാംശം നിങ്ങളുടെ നോട്ടിൽ എഴുതണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി കൊണ്ടുവരണം. നിങ്ങളെ നോട്ടിൽ അടുത്ത ദിവസം എന്ത് ചെയ്യും? ഇത് ചെക്ക് ചെയ്യും. അപ്പൊ മറക്കരുത്, ഈ ഒരു സാരാംശം നമുക്ക് പല ഭാഗങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും, പല രൂപത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാർക്ക് ഒരിക്കലും പോവില്ല. അത്രയും വലിയൊരു പാഠത്തിന് എന്താണ് നമ്മൾ ചുരുക്കി വെറും 4 പാരഗ്രാഫ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത് എല്ലാവരും എന്ത് ചെയ്യുക? പഠിച്ച് നോട്ടിലേക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സിലേക്ക് വരിക.